വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ബഹുമാന്യരായ ഹാജിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ഒരുക്കങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമായി നമ്മൾ സമ്പാദിക്കേണ്ടത് തഖ്വയാണ് എന്ന് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആ തഖ്വ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. അള്ളാഹു തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങോട്ട് പോരട്ടോ, നമ്മൾ എത്ര ഒരാൾ കിട്ടായിട്ട് ഇങ്ങനെ അപ്പോ നമ്മുടെ സമീപത്ത് ഇന്ന് രാവിലെ ഒരു അപകടമുണ്ടായ വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ട്. കണ്ടവരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. റോഡിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ ഒരുപാട് വാഹനങ്ങളും അതിലേറെ ആളുകളും, എത്ര ശ്രദ്ധിച്ചാലും സമയത്ത് നടക്കേണ്ടത് നടക്കും. എന്നിരുന്നാലും നമ്മളെപ്പോഴും നന്നായി റോഡ് മുറിച്ച് കിടക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഓരം ചേർന്ന് നടക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. മരണപ്പെട്ട ആളുകളാണോ ആളാണോ എന്തായിരുന്നാലും വീട്ടിൽ നിന്ന് വീട്ടുകാരോടൊക്കെ യാത്ര ചോദിച്ച് തിരിച്ചു വരാമെന്ന വാക്കിൽ ഹജ്ജിന് വന്നവരായിരിക്കും അവരൊക്കെ നമ്മളെ പോലെ. അള്ളാഹു അവർക്കൊക്കെ, അവരുടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഒരു ഷഹീദിന്റെ പരിവേഷത്തോടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. ഈ വാർത്തകൾ കേട്ട് നമ്മുടെയൊക്കെ കുടുംബത്തെ പോലെ അത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യുവാനാവട്ടെ. പിന്നെ സാധാരണ നമ്മൾ സൈക്കോളജി വിഷയങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴൊക്കെ അതിൽ നമ്മൾ കേൾക്കുന്ന ഒരു പദമുണ്ട്, വൈൽഡ് ഹോഴ്സ് എഫക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനോടുള്ള നമ്മുടെ ചെറിയ ഒരു ദേഷ്യം നമ്മളെന്നാ ദേഷ്യത്തിനെ വളർത്തി ആ ദേഷ്യത്തിന്റെ കാരണത്താൽ നമ്മൾ തന്നെ സ്വയം നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പണ്ടൊരു കഥ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കഥ ഇപ്രകാരമാണ്. ഒരു പാമ്പ് ഇഴഞ്ഞു പോകുമ്പോ ചാരി വെച്ച ഒരു ഈർച്ചവാളിന്റെ അടുത്തുകൂടെ പോയത്. അപ്പൊ ആ ഈർച്ചവാളിന്റെ പല്ലുകള് ആ പാമ്പിന്റെ ശരീരത്തിൽ ചെറിയ മുറിവുണ്ടാക്കി. അപ്പൊ ഈ ഈർച്ചവാളിനോട് ദേഷ്യം പാമ്പ് തിരിഞ്ഞിട്ട് ആ ഈർച്ചവാളിന്റെ ഒറ്റ കൊത്ത്, ആ ഈർച്ചവാളിന്റെ മൂർച്ചയുടെ പല്ലുകള് ആ പാമ്പിന്റെ വായിലൊക്കെ വലിയ മുറിവുണ്ടാക്കി. പാമ്പിന്റെ ദേഷ്യം ഇരട്ടിച്ച് പാമ്പ് സർവശക്തിയും എടുത്ത് ആ ഈർച്ചവാളിനെ ചുറ്റി വരിഞ്ഞ് ഒന്നിങ്ങോട്ട് അമർന്ന് ആ പാമ്പിന്റെ ശരീരങ്ങള് കുറെ കഷ്ടമായി നിലത്ത് വീണു. ഈ ഒരു കഥ പറഞ്ഞിട്ടാണ് ഈ ഒരു മാനസികാവസ്ഥയെ വിശദീകരിക്കാറ്. ഒരു വ്യക്തിയോടോ ഒരു കാര്യത്തോടോ ഉള്ള ചെറിയ ഒരു ദേഷ്യം, ആ ദേഷ്യത്തിനെ ഒരു പകയായി നമ്മൾ തന്നെ വളർത്തിയിട്ട് അവസാനം അതിന്റെ പേരിൽ നമ്മൾ തന്നെ നശിച്ചു പോവുക. കുടുംബ ബന്ധങ്ങളില്, ബിസിനസ്സുകളില്, ജോലികളില്, ഏർപ്പാടുകളിലൊക്കെ ചില ആളുകൾ എന്തേ പോലെ പറ്റിയത്, എങ്ങനെ പോലെ ഇങ്ങനെ ആയത് എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇതേ കാലം. ഒരു ചെറിയ വാശിയിൽ, ചെറിയ ഒരു ദേഷ്യത്തിൽ, ചെറിയ ഒരു പകയിൽ അതിനെ തന്നെ അവൻ തന്നെ, വേറെ ആരുമല്ല, അവൻ തന്നെ അതിനെ വളർത്തി വലുതാക്കിയിട്ട് അവൻ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥ. മനുഷ്യന്റെ മനസ്സ്, ഞാൻ നമ്മളെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഒന്നിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് നന്നാവുക എന്നതാണ്. മനസ്സ് നന്നാവാതെ
എന്തൊക്കെ ഒരു വ്യക്തിയിൽ നന്നായാലും അതൊന്നും നന്മയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ആയത്തും അതിന്റെ അർത്ഥവും ഞാൻ നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലവീവ് ഷെയർ ചെയ്തിരുന്നു. അതില് സാധാരണയായി നമ്മളൊക്കെ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു പദമാണ് ഹജ്ജുൻ മബ്റൂർ. ഹജ്ജുൻ മബ്റൂർ. ഒരാൾ നമുക്ക് ഹജ്ജിന് വന്ന ഒരാളൊക്കെ ആശംസിക്കുമ്പോൾ ആ പദം കൊണ്ടാണ് ആശംസിക്കല്. ഹജ്ജുൻ മബ്റൂർ, നിങ്ങളുടെ ഹജ്ജ് മബ്റൂറായ ഒരു ഹജ്ജ് ആവട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹജ്ജുൻ മബ്റൂർ? എന്താണ് ഹജ്ജുൻ മബ്റൂർ? അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ്. ഹജ്ജിന്റെ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ട ഒരു പദമാണ് ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജ്, ആ ഹജ്ജിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലമില്ല. സ്വർഗം ഉറപ്പാ. ആ ഹജ്ജ് മബ്റൂർ ആണെങ്കിൽ ആ ഹജ്ജ് ചെയ്ത വ്യക്തിക്ക് സ്വർഗം ഉറപ്പാണെന്ന് അർത്ഥം. എന്താണ് മബ്റൂറായ ഹജ്ജ്? എന്താണ് മബ്റൂറായ ഹജ്ജ്? നമ്മളൊക്കെ എന്താ വിചാരിക്കുക? ഫുൾ ടൈം ഹറമിൽ പോയിരിക്കുക, അല്ലെങ്കിൽ രാത്രി മുഴുവൻ നിസ്കരിക്കുക, അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പൊലിക്കുക. അങ്ങനെ എന്താണ് മബ്റൂറായ ഹജ്ജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സ്വഹാബത്ത്, റസൂലേ ഹജ്ജുൻ മബ്റൂർ എന്നാൽ എന്താണ്? പ്രവാചകന്റെ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തും. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും നല്ല വാക്ക് പറയുക, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക. ഇതാണ് ഹജ്ജും മബ്റൂർ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച ഹജ്ജും മബ്റൂറും പ്രവാചകൻ പഠിപ്പിച്ച ഹജ്ജും മബ്റൂറും നമ്മുടെ വ്യത്യാസം നോക്കുകയാണ്. നമ്മളൊരു ഹജ്ജുൻ മബ്റൂർ പറയണെങ്കിൽ ഞാൻ എല്ലാ വക്തും തവാഫ് ചെയ്തിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഹറമിൽ തന്നെ ആയിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതാണ് ഹജ്ജുൻ മബ്റൂർ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജുൻ മബ്റൂറിന് കൊടുത്ത നിർവചനാണ്. ഇന്നത്തെ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഭക്ഷണങ്ങളുണ്ട്. അന്ന് അങ്ങനെ നിൽക്കല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോ നല്ല ഉണങ്ങിയ അരിയൊക്കെ 2-3 കിലോ അരിയും അലൂമിനിയത്തിന്റെ പഴയ കലവുമായിട്ടൊക്കെ വന്നിട്ട് ഈ കുന്നിൻ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ, അങ്ങനത്തെ ഹോട്ടലുകളല്ല, ഒളിഞ്ഞു വീടുകളായ ഈത്തപ്പനയുടെ തടി കൊണ്ട് ഇങ്ങനെ മണ്ണിട്ട് മൂടിയ ചെറിയ വീടുകളിലാണ് അവർ പാർക്കുന്നത്. അവിടെ അതിന്റെ മുറ്റത്താണ് അവർ ആ കഞ്ഞി വെക്കുന്നത്, ചോറ് വെക്കുന്നത്. അത് കിട്ടിയാ കിട്ടി, കുടിച്ചാ കുടിച്ചു. നമ്മളെ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി അദ്ദേഹത്തിന്റെ 70കളിലെ അതോ 60കളിലോ ഒരു ഹജ്ജ് യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോരുന്ന വഴിക്ക് കപ്പലിലാണ് യാത്രയിൽ പിന്നെ ഒരിക്കൽ ആ ഹജ്ജിന്റെ ക്യാപ്റ്റൻ ആരോ വന്ന് പറഞ്ഞത്രേ, ഒരാൾ മരിച്ചിട്ടുണ്ട്, മയ്യത്ത് നിസ്കരിക്കണം. അങ്ങനെ ഇവരൊക്കെ ചെന്ന് മയ്യത്ത് നിസ്കരിച്ചു. ഇനിയിപ്പോ ആ മയ്യത്തെ എങ്ങനെ മറവ് ചെയ്യാം എന്ന് നോക്കിയപ്പോ അതിങ്ങനെ ഒരു കയറിൽ കെട്ടിയിട്ട് ഭാരമുള്ള ഒരു വസ്തു അതിന്റെ മേലെ കെട്ടി വെച്ചിട്ട് അത് കടലിലേക്ക് ഇറക്കി ആ കയറ് മുറിച്ചു കളഞ്ഞു എന്നാണ്. അങ്ങനെയൊക്കെ ഹജ്ജിന് വന്നിരുന്ന, ഹജ്ജ് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഭക്ഷണം കിട്ടിയവര്, കിട്ടാത്തവര്, ഭക്ഷണത്തിന് ഒരു സാധ്യതയും ഇല്ലാത്തവര്, ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തുനിന്ന് വന്നവര്, അങ്ങനത്തെ ആളുകൾ. അപ്പൊ അന്നത്തെ ഹജ്ജുൻ മബ്റൂർ എന്ന് പറഞ്ഞാല് ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, ആളുകളോട് എല്ലാവരോടും സലാം പറയുക. സലാം പറയാറിന് ഒരു ഔപചാരികതയല്ല, അത് സമാധാനത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കലാണ്. എല്ലാവരോടും സലാം പറയാ, നല്ല വാക്ക് പറയാം, ആളുകളോട് നല്ല വാക്കുകൾ പറയാം, അതേപോലെ തന്നെ നല്ല പെരുമാറ്റങ്ങൾ പെരുമാറുക. ഇതിനാണ് ഹജ്ജുൻ മബ്റൂർ എന്ന് പറഞ്ഞത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ എന്താണ് മബ്റൂർ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് മബ്റൂർ എന്ന വാക്കുകൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത്? ബിർറ് എന്നതാണ് അതിന്റെ അടിസ്ഥാന പദം. ബിർറ് എന്ന വാക്കിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം പുണ്യം എന്നാണ്. പുണ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നന്മ, നല്ലത്, പുണ്യം. അതാണ് ബിർറ്. ഈ ബിർറ് ഒരു കാര്യത്തിൽ ഉണ്ടാകുമ്പോ ആ കാര്യത്തിന് പറയുന്ന പേരാണ് മബ്റൂർ എന്ന് പറഞ്ഞാൽ ബിർറ് ഉള്ള ഹജ്ജ്. ഹജ്ജുൻ മബ്റൂർ പറഞ്ഞാൽ ബിർറ് അഥവാ പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്. എന്താണ് ഈ പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ആയത്ത്
നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പിന്നെ എല്ലാ വാട്സാപ്പിലും നമ്മുടെ ഈ ഹോട്ടൽ ഗ്രൂപ്പിൽ അതുണ്ട്. അത് നിങ്ങളൊന്ന് പോയിട്ട് ഒറ്റക്ക് വായിക്കണം കേട്ടോ. അത് സൂറത്തു അൽ ബഖറയിലെ 177 ആയത്താണ്. ഖുർആനിലെ 2-ാം അധ്യായം. 1-ാം അധ്യായം ഏതാണ്? ഫാത്തിഹ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ 177 ആയത്താണ് ഈ പറയപ്പെട്ട ആയത്ത് കേട്ടോ. ആ ആയത്ത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. പുണ്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ മുഖം തിരിക്കലല്ല. അതിന്റെ വിവക്ഷ മനസ്സിലാവുണ്ടല്ലോ. പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ അത് ഈ കഅബയുടെ മാറ്റവുമായിട്ടേ നിങ്ങൾക്കറിയാലോ. ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തില് ഇസ്ലാമിന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ മുസ്ലിങ്ങളുടെ ഖിബില ഏതായിരുന്നു? ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹിജ്റ മദീനയിൽ എത്തിയിട്ട് 16 മാസം പ്രവാചകന്റെ ഖിബില ഏതായിരുന്നു? ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. അപ്പോഴൊക്കെ പ്രവാചകൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ റസൂലിന്റെ ഒരു ആഗ്രഹമാണ് മുസ്ലിങ്ങളുടെ ഖിബലയായിട്ട് ഈ മക്കയിലെ കഅബയെ അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത് പ്രവാചകന്റെ ഒരു ആഗ്രഹമാണ്. പ്രവാചകന്റെ ആഗ്രഹത്തിന് വേണ്ടി മാറ്റവുമായി ബന്ധപ്പെട്ട് അപ്പൊ മക്കയിലെ കഅബ ഖിബലയായി കിട്ടാൻ വേണ്ടി റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 16 മാസം നബി മദീനയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങിയത്. എന്താണ്? മുഹമ്മദ് നബിയെ ഖിബലയായിട്ട് മക്കയിലെ കഅബയെ അള്ളാഹ് നിർദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച പോലെ ഇനി മുതൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഖിബലക്ക് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, നിസ്കരിക്കണം എന്നൊക്കെയുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ ഇറങ്ങിയപ്പോ അപ്പൊ അത് മുതലെടുത്തിട്ട് ചില ശത്രുക്കൾ മുസ്ലിങ്ങൾക്കിടയിൽ ചില ഇതുണ്ടാക്കി. അങ്ങനെ ഈ മുസ്ലിങ്ങൾക്ക് ഒരു അടിസ്ഥാനമല്ല, കുറെ അങ്ങോട്ട് നിസ്കരിക്കും, കുറെ ഇങ്ങോട്ട് നിസ്കരിക്കും, കുറെ കാലം പടിഞ്ഞാട്ട്, കുറെ കാലം തെക്കോട്ട്, ഒരു ബേസ് ഒരു അടിസ്ഥാനമുള്ളവർക്ക് എന്ന് പറഞ്ഞിങ്ങനെ അവർ മുസ്ലിങ്ങളുടെ പരിഹസിക്കുകയും വിശ്വാസികളുടെ വിശ്വാസത്തെ ഇങ്ങനെ ഇളക്കുകയും ചെയ്തപ്പോ അതിന് അള്ളാഹു മറുപടി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു മറുപടിയാണ് ഈ പിന്നെ ബിർറ് എന്ന് പറഞ്ഞാല് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. എന്നിട്ട് അള്ളാഹു തആല പറയാണ് എന്താണ് പുണ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അള്ളാഹു പറയുന്നത് വലാകിന്നൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ, ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. പുണ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈമാനാണ്. അതായത് അള്ളാഹുവിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും ഈമാൻകാരുണ്ടല്ലോ, അത് വിശ്വസിക്കുക എന്നതാണ് പുണ്യത്തിന്റെ. പുണ്യം എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞു കേട്ടോ. എന്താണ് പുണ്യം എന്നതിന് 6 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഒന്ന് ഈമാൻ, ഒന്നാമത്തെ പുണ്യം വിശ്വാസം തന്നെയാണ്. രണ്ടാമനമില്ലായ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വആത്തൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ വബിനസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. സമ്പത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ടായിരിക്കെ സാധുക്കള്, ചോദിച്ചു വരുന്നവര്, കടം കൊണ്ട് കുടുങ്ങിയവര്, വഴിയാത്രക്കാര് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത്തരം ആളുകൾക്ക് നിങ്ങൾ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കലാണ് പുണ്യം. അത് പുണ്യത്തിന്റെ രണ്ടാമത്തെ സംഗതി കേട്ടോ. മൂന്നാമത്തേത് നമസ്കാരം നിലനിർത്തുക. നാലാമത്തേത് സക്കാത്ത് കൊടുക്കുക. മൂന്നാമത്തേത് കരാറുകൾ ചെയ്താല്, വാഗ്ദത്തം ചെയ്താല് ആ കരാറുകൾ പാലിക്കുക, വാഗ്ദത്തങ്ങൾ പാലിക്കുക. അഞ്ചാമത്തേത് വസ്വാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാഇ വഹീനൽ ബഅ്സ്, പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും യുദ്ധങ്ങൾ പോലെയുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ കാലത്തുമൊക്കെ നന്നായി ക്ഷമിക്കുക. ഉലൈകല്ലദീന സ്വദഖൂ, അവരാകുന്നു സത്യവാൻമാർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാകുന്നു മുത്തഖികൾ. ഓക്കേ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഹജ്ജുൻ മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജാണ്. പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ്. എന്താണ് മബ്റൂർ എന്ന് പറഞ്ഞാൽ? പുണ്യം നിറഞ്ഞ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പ്രവാചകന്റെ മറുപടി എന്താ പറഞ്ഞത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, സലാം പറയുക എല്ലാവരോടും, നല്ല വാക്കുകൾ പരസ്പരം സംസാരിക്കുക, നല്ല രൂപത്തിൽ പെരുമാറുക. ഇത്തരം ഒരു ഹജ്ജിന് പറയുന്ന പേരാണ് ഹജ്ജുൽ മബ്റൂർ. മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യം നിറഞ്ഞത്, ബിർറ് നിറഞ്ഞത്. എന്താണ് ബിർറ്? ബിർറ് എന്താണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ബിർറ്? ഒന്ന് ഈമാൻ.
ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിർറ് എന്ന് പറഞ്ഞാല്, ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാല്, എന്നെ ആരാണ് സൃഷ്ടിച്ചത്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഒരാളോട് ഇവിടെ വന്ന ഒരാളോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാ വന്ന്? നിങ്ങൾ എവിടുന്നാ വന്ന്? എനിക്കറിയില്ല. ഈ എവിടെ പോണത്? എനിക്കറിയില്ല. ഈ എന്തിനാ ഇവിടെ ജീവിക്കണേ? എനിക്കറിയില്ല. ഇതൊരു പൊട്ടന്റെ സ്വഭാവമാണ്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചത്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇതിനു ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുക, തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക, അഥവാ ഈമാൻ, വിശ്വാസമാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പുണ്യം. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? വആത്തൽ മാല അലാ ഹുബ്ബിഹി. പ്രത്യേകം പറയണം, വആത്തൽ മാല, പൈസ കൊടുക്കും. നമ്മളൊക്കെ പൈസ കൊടുക്കല്ലേ? എപ്പോഴാ കൊടുക്കല്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, വലിച്ചെറിഞ്ഞു കൊടുക്കും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? പണം ഉണ്ട്, പക്ഷെ ആ പണം നിനക്ക് ആവശ്യമുള്ള പണമാണ്. റസൂലിനോട് ചോദിച്ചില്ലേ, അയ്യു സ്വതക്കത്തി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ്? എന്താ മറുപടി? നിന്റെ കയ്യിൽ പണമുണ്ട്, ആ പണത്തിന് നല്ല ആവശ്യം നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ആ പണത്തിനോട് നല്ല ഇഷ്ടമുണ്ട്, ആ പണം ഉപയോഗിക്കേണ്ട 100 മാർഗങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് നീ ഒരാളെ സഹായിക്കേണ്ടി വന്നാൽ ആ സഹായത്തിനാണ്. നമ്മളെ വീടിന്റെ മുറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ടൈലിടണം, കുറെ കാലം വിചാരിക്കണ്, അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി ടൈലിടാൻ വേണ്ടി എല്ലാം ഉറപ്പിച്ച് നിൽക്കുമ്പോഴാ അയലോകം നിർത്തം പാഞ്ഞു തന്നെ, ഓരോ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്, ഒരു 2 ലക്ഷം റുപ്യ അത്യാവശ്യമാണോ, ഒന്ന് തരുമോ? അപ്പോഴാണ് നമ്മുടെ സ്വതക്കന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. എന്താ അർത്ഥം? നിങ്ങൾ ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് ആർക്കും പുണ്യം കിട്ടൂല, നിങ്ങൾക്ക് ആർക്കും പുണ്യം കിട്ടൂല. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് ഒരാൾക്കും ബിർറ് കരസ്ഥമാക്കാൻ കഴിയില്ല. ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് കൂലി കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ വാഴ വെച്ച് ആ വാഴ കാറ്റടിച്ച് മൂക്കുന്നതിന് മുമ്പ് എല്ലാ വാഴയും വീണ് വളഞ്ഞു കിടക്കുന്നുണ്ട്, ആ കൊല വെട്ടിയിട്ട് ഞാൻ എല്ലാവരും കറി വെച്ചോളി, ഞാനല്ലാതെ പാരവതൊക്കെ തരിക എന്ന് പറഞ്ഞ് ആ നാട്ടുകാർക്ക് മുഴുവൻ ദാനം ചെയ്താൽ ആ ദാനത്തിന് എന്തുണ്ടാവില്ല? അതിന് പുണ്യം ഉണ്ടാവില്ല. പുണ്യം കിട്ടണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ഞാൻ എന്ത് വേണം? ഈ ആയത്തിറങ്ങിയപ്പോഴേ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി, അദ്ദേഹം മദീനയിലല്ല കർഷകനാണ്, അദ്ദേഹത്തിന് മദീനയിൽ പല സ്ഥലത്തും തോട്ടങ്ങളുണ്ട്. അപ്പൊ മദീനത്തെ മസ്ജിദ് നബവിയുടെ മുമ്പിൽ ഒരു തോട്ടമുണ്ട്, മസ്ജിദ് നബവിയുടെ ഫ്രണ്ടിൽ, അതായത് ആ അങ്ങാടിന്റെ നടുവിൽ, മദീനയിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായ തോട്ട. റസൂലുള്ളാഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ തോട്ടത്തിൽ ഇറങ്ങി അതിന് വെള്ളം കോരിയിട്ട് മുഖം കഴുകി അവിടുത്തെ കാറ്റുകൊണ്ട് ഒക്കെ അത്ര മനോഹരമായ തോട്ടാണ്. ഈ ആയത്തിറങ്ങിയപ്പോ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി നേരെ പ്രവാചകന്റെ അടുത്ത് നിന്ന് ചോദിക്കുക, റസൂലെ, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുമ്പോഴേ പുണ്യം കിട്ടുന്ന ഒരു ആയത്ത ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ റസൂലെ, എന്റെ ആ തോട്ടം ഞാൻ ഇതാ ദാനം ചെയ്യുന്നു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അപ്പൊ ഇവിടെ അല്ലാഹ് പറഞ്ഞത് പുണ്യം എന്ന് പറഞ്ഞാൽ വആത്തൽ മാല അലാ ഹുബ്ബിഹി, ആ പണത്തിനോട് നിനക്ക് ഹുബ്ബുണ്ടായിരിക്കെ. ഒന്നിനും പെയ്യ, രോഗമൊക്കെ കൂടുതലായി മാറൂല, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അങ്ങനെ അന്തം വിട്ട് അട്ടത്തൊക്കെ നോക്കി കിടക്കുമ്പോ എന്നാ 10,000 റുപ്യ എത്തിങ്ങാനക്ക്, 1 ലക്ഷം റുപ്യ പള്ളികൾക്ക്, ആ സ്വതക്കയല്ല പുണ്യം കിട്ടുന്നത്. പാറി നടക്കുന്ന സമയത്ത് പണം കിട്ടിയാല് 1000 വഴികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ അപ്പൊ കൊടുക്കുന്ന സദക്കയാണ്, അതാണ് ബിർറായ സദക്ക. അവവാത്തൽ മാല അലാ ഹുബ്ബിഹി, ആർക്കെ കൊടുക്കേണ്ടത്? ഫക്കീർ, മിസ്കീന്, വഴിയാത്രക്കാരൻ, അതേപോലെ വിശക്കുന്നവൻ, ചോദിച്ചു വരുന്നവൻ, കടം കൊണ്ട് കുടുങ്ങിയവൻ, അല്ലെ, സക്കാത്തിന്റെ അവകാശം, ആ അവകാശികളെ എണ്ണി പറഞ്ഞത്, അവർക്ക് നീ കൊടുക്കണം, അതാണ് പുണ്യം. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞത്? ഇഖാമുസ് സ്വലാത്ത്, നമസ്കാരം കൃത്യമായി നിലനിർത്തണം. ശേഷം സക്കാത്ത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് ഏതല്ല? ഇപ്പൊ ആത്തൽ മാലാല ഹുബ്ബി എന്ന് പറഞ്ഞ ഏതല്ല? സക്കാത്തല്ല, അതല്ലാത്തതാണ്. സക്കാത്ത് കൊടുക്കണം. പിന്നെ കരാറ് ചെയ്താൽ ചെയ്യാം, പറയാം, വരാം, പോകാം, ഒരു കരാറ്, ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. അത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിന്റെ നിയമം, അല്ലെ? മുനാഫിക്കായ കപടവിശ്വാസിയായ ആൾക്കാരുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോ 3 അടയാളങ്ങൾ പറഞ്ഞില്ലേ? 1, സംസാരിച്ചാൽ കളവ് പറയും. 2,
വിശ്വസിച്ചാൽ ചതിക്കും. 3, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. ആ വാഗ്ദത്തം ലംഘിക്കുക എന്നത് മുസ്ലിമിന്റെ അടയാളമല്ലെന്നല്ല, അത് കപട വിശ്വാസിന്റെ അടയാളമാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വാഗ്ദത്തം ചെയ്താൽ ഇയാളെ 10 എത്തോ, ഞാൻ 10 എത്താം, അതുപോലെ വന്നാൽ പോയിക്കോളും, നമ്മളെത്തൊന്നും വേണ്ട എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ നമ്മുടെ ഈമാന് തകരാറുള്ളതാണ്. അപ്പൊ നമ്മൾ കരാർ ചെയ്താൽ പാലിക്കണം. അടുത്ത എന്താ പറഞ്ഞേ? പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും യുദ്ധം പോലെയുള്ള വലിയ പ്രയാസം, അതായത് അപ്രതീക്ഷിതമായ, എവിടുന്ന് എപ്പോ എങ്ങനെ വരുന്നറിയാത്ത അപ്രതീക്ഷിത പ്രയാസങ്ങൾ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ക്ഷമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് സത്യത്തില് പുണ്യവാന്മാരായ ആളുകൾ എന്നാണ്. നമ്മുടെ ഹജ്ജില് ഈ 6 പുണ്യങ്ങളില് എത്ര കാര്യങ്ങളെ നമ്മുടെ ഹജ്ജിന്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ പുണ്യമെന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ഈ പുണ്യങ്ങളിൽ ഈ 6 പുണ്യങ്ങളെ നമ്മുടെ ഹജ്ജിന്റെ ഭാഗമാക്കുമ്പോഴാണ് നമ്മുടെ ഹജ്ജ് മഖ്ബൂലായ മബ്റൂറായ ഹജ്ജായിട്ട് മാറുക. സംസാരങ്ങൾ ശ്രദ്ധിച്ച്, ഇടപാടുകൾ ശ്രദ്ധിച്ച്, വാക്കുകൾ ശ്രദ്ധിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിച്ച് എല്ലായിടങ്ങളിലും ഒരു പുണ്യവാനായ മനുഷ്യനായിട്ട് മാറുമ്പോഴാണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഒരു ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ല ജല്ലാൻ. ജന്ന എന്ന് പറഞ്ഞാൽ ഒരു 6 ദിവസം മക്കത്ത് നിന്നുകാണ്ട് മിനയിലും മുസ്ദലിഫയിലൊക്കെ പോയിട്ട് വൈകുന്നേരത്തിന് വന്നുകാണ്ട് എന്നാ റബ്ബേ സ്വർഗം ചോദിക്ക്, സ്വർഗം കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ നമ്മളെ അവകാശിയാക്കുന്നില്ല ഹജ്ജ്. ഹജ്ജ് നമ്മളെ സ്വർഗാവകാശിയാക്കണമെങ്കിൽ അടിമുടി നമ്മൾ മാറണം. നമ്മുടെ കാലിന്റെ വിരല് മുതൽ മൂർധാവിലെ മുടി വരെ നമ്മുടെ ജീവിതം മാറുമ്പോഴേ നമ്മൾ എന്താവുള്ളൂ, സ്വർഗാവകാശിയായ ഒരു ഹാജിയായിട്ട്. അല്ലെങ്കിൽ പേര് മാറും. അബ്ദുള്ള തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പോരുമ്പോ അബ്ദുള്ള പറമ്പിൽ എന്നൊക്കെ പേര് എഴുതിയ ആള് അങ്ങോട്ട് പോകുമ്പോ പെട്ടിന്റെ പുറത്ത് അബ്ദുള്ള ഹാജി പറമ്പിൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞു പോയപ്പോ ഇത്ര എളുപ്പ ഹാജി അതില്ലേ. ഹാജി ആവുക, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന ഒരു ഹാജി ആവണമെങ്കിൽ അവന്റെ ഹജ്ജ് മബ്റൂർ ആയ. നോക്കിയാൽ റസൂൽ പറഞ്ഞെന്താ, ഹജ്ജിന്റെ ഷർത്തും പറലൊക്കെ പൂർത്തിയാക്കി ഒരാൾ ഹജ്ജ് ചെയ്താൽ ഓന് സ്വർഗം ഉറപ്പാണെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എളുപ്പ മേക്കാത്ത ദിഹ്റാൻ കെട്ടി ഇവിടെ വന്ന് മീനയിൽ പോയി, മുസ്ദലിഫിൽ പോയി, അറഫിൽ പോയി, നമ്മൾ തവാഫ് ചെയ്ത് സഅയ് അടുത്ത് കഴിഞ്ഞില്ലേ. ഒരു കൂലിപ്പണിക്കാരൻ ഒരു ദിവസം വൈകുന്നേരം വരെ എടുക്കേണ്ട അത്ര പ്രയാസമല്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് സ്വർഗം കിട്ടുന്നല്ല പറഞ്ഞേ. നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹജ്ജ് മബ്റൂർ ആവണം. എപ്പോഴാ ഹജ്ജ് മബ്റൂർ ആവുക? അവന്റെ ഹജ്ജിൽ ബിർറുണ്ടാവണം. എന്താണ് ബിർറ്? അതാണ് എണ്ണി 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 പറഞ്ഞത്. അപ്പൊ നമ്മള് ഒരു ഹാജിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ബിർറുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. ഒന്നാമത്തേത് കറകളഞ്ഞ ഈമാനാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവ്, നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അള്ളാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് റബ്ബിന്റെ മുമ്പിലെത്തി വിചാരണ കഴിഞ്ഞ് സ്വർഗ നരകങ്ങൾ വരെയുള്ള നമ്മുടെ ഉറപ്പുള്ള വിശ്വാസം, വെറുതെ വിശ്വാസമല്ല, ആ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ? ഒരു ഡോക്ടർ പറയാണ്, ഡോക്ടർ എന്നോട് പറയാം, നിങ്ങൾ ഇന്ന ശീലം അത് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ശരീരത്തിന് അപകടം എന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റും. എന്തുകൊണ്ടാണ്? അതിന്റെ ശരീരത്തിന് അപകടമാണ്. എന്നാൽ നമ്മുടെ പരലോകത്തിന് അപകടകരമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ നമുക്ക് മാറ്റാൻ പറ്റാത്ത? അങ്ങനെ ഉണ്ടോ? എപ്പോ വെറുതെ പറഞ്ഞേക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു ഉറപ്പില്ലാത്ത പരലോക വിശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കര അപകടം. അപ്പൊ നമ്മൾ ഈ മക്കയില് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉറപ്പുള്ള ഒരു പരലോക വിശ്വാസം. അതിനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത്. ഈ ഉമ്മുൽ ഖുറ എന്നാണ് ഈ നാടിന്റെ പേര്, ഉമ്മുൽ ഖുറ. എന്താ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാല് നാടുകളുടെ ഉമ്മ എന്നാണ്. ഖറിയത്ത് ഖുറ എന്ന് പറഞ്ഞാൽ നാടുകളാണ്. നാട്, ലോകത്ത് ഒരുപാട് നാടുകളുണ്ട്, മനുഷ്യന്മാർ പാർക്കുന്ന നാട്. ആ നാടുകളുടെ മുഴുവനും മാതാവ് എന്ന പേര് ഈ നാടിന് അള്ളാഹ് കൊടുത്തിട്ട് ആ നാട്ടിലേക്ക് നമ്മളങ്ങോട്ട് വിളിച്ചേക്കുക. ഹജ്ജിന് വേണ്ടി വിളിച്ചപ്പോൾ ഇബ്രാഹിം നബിയോട് വിളിക്കാൻ പറയുമ്പോൾ അവിടെ അള്ളാഹു പ്രയോഗിക്കുന്ന രീതിയുണ്ട്. ഇബ്രാഹിമെ, നീ ജനങ്ങൾക്കിടയിൽ പോയിട്ട് ഹജ്ജിന്റെ വിളംബരം നടത്ത്. എല്ലാവരോടും കൊല്ലത്തിലൊരിക്കൽ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് ആ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന രൂപം അള്ളാഹ് പറയുന്നുണ്ട്. അവരിങ്ങനെ വലിയ വിമാനത്തിലൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ, ബിസിനസ് ക്ലാസ്സിൽ, കോടീശ്വരന്മാരായിട്ട്, വലിയ കാറില് സമ്പന്നരായിട്ട് അവരോടെ വന്ന് സുഖമായിട്ട് ജീവിച്ച് അവർ ഹജ്ജ് നിർവഹിച്ചു പോകുന്ന അല്ല അള്ളാഹ് പറഞ്ഞേ. എന്താ പറഞ്ഞേ? അവർ ഇവിടെ വരും റിജാലൻ, കാൽ നടക്കാരായിട്ട് നടന്നു വരും. വാഹനങ്ങളില്ലാത്തവര് നടന്നു വരും. ഇജാലൻ വഅലാ കുല്ലി ലാമിരിൻ. ലാമിർ അർത്ഥങ്ങൾക്ക്
ഭക്ഷണം കൊടുക്കാനില്ലാഞ്ഞിട്ടേ മെലിഞ്ഞൊട്ടി എല്ലും തോലുമായ ഒട്ടകത്തിനാണ് ലാമിർ അറിയാം. എല്ലും തോലുമായ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് അവർ വരും. മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, എക്സ്പ്രസ് ഹൈവേ കൂടെ വരുന്നല്ല, ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവർ വരും. ഇപ്പോഴല്ലേ റോഡൊക്കെ ഇത് 950-കൾക്ക് ശേഷം സൗദി അറേബ്യ പെട്രോളിയം കണ്ടുപിടിക്കണേ. 60-70-കളിലാണ് അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലെ ഉൽപാദനം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ രാജ്യം സമ്പന്നമായത്. അതിനു മുമ്പ് നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് എങ്ങനെ ആളുകൾ എത്തിയത്? ഒട്ടകപ്പുറത്ത് നടന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കടന്ന്. ഹജ്ജിന് വരുന്ന ആളുകൾ നാട്ടിൽ നിന്ന് പോരുമ്പോഴേ എല്ലാവരും കണ്ട് യാത്ര ചോദിച്ചാൽ പോരാ. എന്താ യാത്ര ചോദിക്കാറിയോ? ഞാൻ 10-ാം തീയതി വരാനല്ല, ചിലപ്പോ നമ്മൾ കാണൂലട്ടോ, പരലോകത്തേക്കാരൻ കാണട്ടോ, എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പരലോകത്തേക്ക് വെക്കാതെ അത് വിട്ടു പുറത്തു തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ പോരല്. കാരണം ഹജ്ജിന് വരുന്ന ആളുകളിൽ പകുതി പോലും നാടുകളിൽ തിരിച്ചെത്താറില്ല. അതാണ് വഅലാ കുല്ലി ളാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അപ്പൊ മൊത്തത്തില് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും, നമ്മൾ എങ്ങനെയൊക്കെ മുന്നനുഭവങ്ങളിൽ വെച്ച് നമ്മൾ മുന്നോട്ട് പോയാലും ഹജ്ജിൽ നമ്മളെ കാത്തിരിക്കുന്ന ചില ചുഴികളുണ്ട്. ഈ പുഴയിലൊക്കെ കുട്ടികൾ വെള്ളത്തിൽ പോയി കേൾക്കുമ്പോൾ ആ പുഴന്റെ വക്കത്ത് പാർക്കുന്ന മക്കളല്ലേ, എത്ര കാലം ഒരപ്പം അടുത്ത് അരീക്കോട് ചാലിയാറിൽ കുട്ടി പോയപ്പോ ആളുകൾ അങ്ങനെ പറഞ്ഞേ, എത്ര കാലം ആ കുട്ടി പുഴയിൽ കുളിക്കണ്, എന്താ പോലെ പറ്റിയത്? അതെ, ഈ വെള്ളത്തില് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില ചുഴികൾ ഉണ്ടാവും. അതിലാണ് പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ കഴിയില്ല. നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചുഴികൾ നമ്മുടെ മുമ്പിൽ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാലേ, മക്കയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സർവാദരണീയനായിട്ട് വളർന്ന ചെറുപ്പക്കാരനാ 40 വയസ്സ് വരെ. പിന്നീട് പ്രവാചകന്റെ ജീവിതം മറ്റൊരവസ്ഥയിലേക്കാൾ പോവുകയാണ്, ദുർഘടമായ. നമ്മളെ ഇഷ്ടപ്പെട്ട പരിചയമില്ലാത്തൊരു നാട്ടിൽ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ചീത്ത പറയുമ്പോൾ, നമ്മളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ നമ്മളെ വെറുക്കുമ്പോൾ അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കുറച്ചൊന്നല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വലിയ വിഷമത്തിലായി. ഏറ്റവും ഇഷ്ടപ്പെട്ടവർ പോലും തന്നെ വെറുത്തല്ലോ, അത് പ്രവാചകന് വലിയ വിഷമമുണ്ടാക്കി. ആ സമയത്ത് അല്ലാഹു തആല പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ഒരു സൂറത്തിന്റെ ഖുർആൻ. സത്യത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ അപ്സെറ്റ് ആയി. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ പ്രത്യേകിച്ചും പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ അപകടങ്ങളിലേക്ക് അവർ പെട്ടെന്ന് പോവുകയാണ്. കുടുംബങ്ങൾ തെറ്റുക, മക്കൾ ഇറങ്ങി പോവുക, ഭാര്യ ഭർത്താക്കന്മാര് പിരിയുക, എത്ര പെട്ടെന്ന് ആ കാര്യങ്ങൾ നടക്കുന്നില്ലേ? എന്താ കാരണം അറിയങ്ങൾ? നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള ശേഷിയിൽ വലിയ കുറവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു അധ്യായമുണ്ട്, മറക്കരുത്. നിങ്ങളൊക്കെ ആ സൂറത്ത് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാതെ അറിയുന്ന സൂറത്താണ്. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. والضحى, ളുഹാ സമയം തന്നെയാണ് സത്യം. ഏതാ ളുഹാ സമയം? ഒരു 7 മണി തുടങ്ങിയാൽ ഒരു 11 മണി വരെയുള്ള ആ ളുഹാ സമയത്തിന്റെ പ്രത്യേക കാര്യങ്ങൾ, നല്ല വെളിച്ചം, നല്ല ചൂട്, നല്ല എനർജറ്റിക് ആയ എല്ലാം പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലമായ ഒരു ദിവസത്തിലെ ഏറ്റവും സ്മാർട്ടായ സമയം എന്ന് വേണമെങ്കിൽ അതിനെ പറ്റി പറയാം, ളുഹാ സമയത്തെ. ആ ളുഹാ സമയം, ആ ളുഹാ സമയം തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുട്ടുമൂടി ശാന്തമാകുന്ന ആ രാത്രി തന്നെയാണ് സത്യം. എല്ലാം നിശ്ചലമായി, വെളിച്ചം പോയി, ചൂട് പോയി, തണുപ്പ് ഇങ്ങനെ വന്ന് ശാന്തമായി നിശബ്ദമാകുന്ന രാത്രി. അപ്പോ കത്തി നിൽക്കുന്ന ദുഹാ സമയം, എല്ലാം കെട്ട് ഇരുട്ടായി ശാന്തമാകുന്ന രാത്രി. എന്തേ അള്ളാഹു രണ്ടും പറയാൻ കാരണം? ഈ 2 അവസ്ഥകൾ ഈ ഭൂമിയിൽ വരുന്നതേ 100 കൊല്ലത്തിന്റെ വ്യത്യാസം കൊണ്ടൊന്നല്ല, 1000 കൊല്ലം ഭൂമി കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല. 24 മണിക്കൂർ എന്ന ഒരു ദിവസത്തിലാണ് ഈ 2 അവസ്ഥ ഉണ്ടാവുന്നത്. ഒന്ന് കത്തി നിൽക്കുന്ന ദുഹ, 2 കെട്ട് ഇരുട്ടായ രാത്രി. നമ്മളെ ജീവിതം അങ്ങനെയാ. ഇപ്പം അങ്ങോട്ട് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങനെ പുറത്ത് കയറുമ്പോൾ ഒരു ഫോണ്, കുട്ടി ICUലാട്ടോ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കണ്, കഴിഞ്ഞു. ആ ചിരി പിന്നെ ചിരിക്കണമെങ്കിൽ നമ്മൾ കാലങ്ങൾ കാത്തിരിക്കണം. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാ. അതൊരു അപ്രതീക്ഷിത സംഗതിയല്ല, നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയും, നമ്മളിപ്പോൾ എല്ലാം സുഖം കൊണ്ട് ജീവിക്കല്ലേ, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു മയ്യത്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തകർന്നു പോകരുത്. അങ്ങനെയൊക്കെ ഉണ്ടാവും.
അതൊക്കെയാണ് ജീവിതം, അതൊക്കെയാണ് ജീവിതത്തിന്റെ മാർഗം. 7 മക്കളായിരുന്നു ഹബീബായ റസൂലുള്ളാഹിക്ക്. 7 മക്കള്, 4 പെൺമക്കളും 3 ആണുങ്ങളും. ആ 7 മക്കളിൽ 6 മക്കളുടെ മയ്യത്ത് അള്ളാന്റെ ഹബീബ് ജീവിതത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആലോചിച്ചോണി, നമുക്കൊക്കെ 7 കുട്ടികളുണ്ടായിട്ട് 6 മക്കൾ മരിച്ചാൽ പിരാന്താവൂലേ? പിരാന്താവും. അള്ളാന്റെ ഹബീബ് നോക്കി, നിങ്ങൾ 7ാമത്തെ 6ാമത്തെ കുട്ടിന്റെ മയ്യത്ത് കുളിപ്പിച്ച് അത് കഫൻ ചെയ്യുമ്പോഴെങ്കിലും അവസാനമായിട്ട് ആ കവളത്ത് ഉമ്മ വെച്ച് റസൂൽ കരഞ്ഞോ, എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തിനാ എന്നെങ്ങനെ ഇടങ്ങാറാക്കണത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാണ് എന്റെ മക്കളുടെ മയ്യത്ത് എന്റെ മുമ്പിലൂടെ അങ്ങനെ കൊണ്ടുപോകണമെന്ന് അള്ളാന്റെ ഹബീബ് കരഞ്ഞിട്ടില്ല. അപ്പോഴും എന്താ പറഞ്ഞറിയോ? ആയിഷ അഫലാക്കൂനു അല്ലെ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച് റസൂലുള്ളാഹിന്റെ കാല് നീര് വന്നിങ്ങനെ പൊട്ടിയപ്പോ അതിങ്ങനെ വീശി കൊടുക്കുന്ന ആയിഷ ബീവിക്ക് ഇടങ്ങാറായി. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബി എന്തിനങ്ങനെ ഇടങ്ങാറവിടെ? റസൂൽ പറഞ്ഞ മറുപടി എന്താ അറിയോ? ആയിഷ, അള്ള തന്ന അനുഗ്രഹത്തിന് നന്ദിയുള്ള ഒരു അടിമാവുണ്ട് ആയിഷ. ഞാൻ ഒരു കുട്ടി വാക്കിയില്ലേ, അള്ളാന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നത്. അപ്പോ ഹജ്ജ് എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ എല്ലാ കണക്കൂട്ടും തെറ്റും. ഇപ്പൊ ആയിട്ടില്ല, ഇപ്പൊ നമ്മൾ സ്റ്റാർ ഹോട്ടലിലാണ് പാർക്കണ്. അവിടുത്തെ പ്രയാസനെ കണ്ട് നമ്മൾ ഇറങ്ങാണ് മരുഭൂമിയുടെ വന്യതയിലേക്ക്. എ സി ഒക്കെ ഉണ്ടാവും, പക്ഷെ കനത്ത ചൂടില് എ സി അടിച്ചങ്ങോട്ട് പോകും. ഒരു തണുത്ത കാറ്റിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, ഒരു തണലിന് വേണ്ടി ആഗ്രഹിക്കും, ഒരു തണുത്ത വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കും. ദിവസങ്ങൾ 6 മുമ്പിൽ വരാണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഹജ്ജാവാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ക്ഷമയാണ്, സഹനമാണ്, കൃത്യമായ വിശ്വാസമാണ്, ബാധ്യതകളുടെ നിർവഹണമാണ്. നമ്മുടെ ചുറ്റുഭാഗത്ത് കണ്ടങ്ങനെ ആൾക്കാർ പോകുമ്പോൾ 1-2 റിയാലൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കണ് ക്ലീനിങ്ങിന്റെ ആൾക്കാർക്കൊക്കെ. ഓരോ നോട്ടത്തെ രാജാക്കന്മാരെന്നല്ല, നാട്ടിൽ നിന്ന് പോരുമ്പോൾ ചില്ലറയ്ക്ക് 50 റിയാൽ ഉണ്ടെങ്കിൽ 50 ഒറ്റോട്ട് നോട്ടങ്ങി പോരും. എന്നിട്ട് ഇങ്ങനെ പാവങ്ങളെ കാണുമ്പോൾ അതിങ്ങനെ കൊടുക്കും. എന്താ അതാണ് നമ്മൾ വിചാരിച്ചെന്തല്ലോ, 6 മണിക്ക് അറമ്പ് കയറിയിട്ട് രാത്രി 6 മണി വരെ ഏസിന്റെ ചോദ്യം ഇടക്ക് വെള്ളം കുടിക്കുക, കാരക്ക തിന്നുക, ഗാവ കുടിക്കുക, ഇരിക്കുക, അതാണ് പുണ്യം നമ്മൾ തെറ്റിദ്ധരിച്ച് അല്ലേ? ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു അത്ഭുത കൂട്ടരെ. അത് മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നത് ആ ഇസ്ലാമിന്റെ സ്വഭാവമാണ്. അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്നത്. സത്യത്തിൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളെ ബഹുമാനപ്പെടെ നോക്കി നിൽക്കും ആൾക്കാർ. അത് അള്ളാഹ് പറഞ്ഞേ, വലാ തഹിനു വലാ തഹ്സനു. ഈ അവസ്ഥകളിൽ നിങ്ങൾ പരിധി വിട്ട് വേദനിക്കണ്ട, ദുഃഖിക്കണ്ട, ആകെ ഉത്കണ്ഠപ്പെട്ട് നിരാശരാവണ്ട. അൻതുമുൽ അലൗന, നിങ്ങൾ തന്നെയായിരിക്കും ലോകത്തിലെ ഉയർന്ന ആളുകൾ. പക്ഷെ കണ്ടീഷൻ വെച്ച്, പേര് അബ്ദുൽ ഫാത്തിമ ആയതുകൊണ്ട് നടക്കൂല. ഇൻകുന്തും ഈമമാണ്. നിങ്ങൾക്ക് ഈമാണ്ടോ, നിങ്ങൾ ലോകത്തിന്റെ നെറുകയിലെത്തും. ബാക്കിയുള്ളവർ നിങ്ങളെ മുമ്പ് താഴേക്കാരെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഹജ്ജ് വലിയ ഒരു മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പ്രേരിപ്പിക്കട്ടെ. ആവുന്ന നന്മകളൊക്കെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും. പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു വാക്കില്ലേ, നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. യുദ്ധത്തിന്റെ വേളയിൽ വെട്ടേറ്റ് അവസാന നിമിഷങ്ങളിൽ വെള്ളത്തിന് വേണ്ടി കരഞ്ഞ ഒരാളുടെ കഥ പറയുന്നുണ്ട്. അയാൾക്ക് വെള്ളപ്പാത്രവുമായിട്ട് ഒരാൾ ഓടി അയാൾ അടുത്തെത്തിയപ്പോ അപ്പുറത്തുനിന്ന് വേറെ ഒരാൾ വെള്ളത്തിന് വേണ്ടി കരയുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞത്രേ, ആദ്യം അവന് വെള്ളം കൊടുക്കുന്നു. ആ വെള്ളപ്പാത്രവുമായി രണ്ടാമന്റെ അടുത്തെത്തിയപ്പോ 3ാമത്തെ ഒരാളുടെ കരച്ചിൽ കേട്ടപ്പോ ഇയാൾ പറഞ്ഞത്രേ, ഓൻ ആദ്യം വെള്ളം കുടിക്കും എന്നിട്ട് മതി എനിക്ക്. 3ാമത്തെ ആളുടെ അടുത്തേക്ക് വെള്ളപ്പാത്രവുമായി ചെന്നപ്പോ അയാൾ മരിച്ചിട്ടുണ്ട്. തിരിച്ചാ വെള്ളപ്പാത്രം രണ്ടാമന്റെ വായിലേക്ക് ഒഴിച്ചപ്പോ അതിങ്ങനെ വായിലൂടെ പുറത്തേക്ക് ഒഴുകി, അയാൾ മരിച്ചിട്ടുണ്ട്. ആ വെള്ളവുമായി 1ാമത്തെ ആളുടെ എത്തിയപ്പോ അയാൾ നേരത്തെ മരിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരന് വേണ്ടിയും. ഏസിന്റെ തണുപ്പത്ത് എനിക്ക് ഇവിടെ ഈ ബെഡ് കിടക്കാൻ പ്രയാസം, നിങ്ങൾ ഇവിടെ കിടക്കോ, ഞാൻ അവിടെ നിന്ന് കിടക്കട്ടെ. ഇത് ഞാൻ വന്നപ്പോ തന്നെ കിടന്നതാ, ഇനി മാറൂല. അഞ്ച് മബറൂറാകാൻ പണിയകാരം അല്ലേ? എല്ലായിടത്തും കൊണ്ടും കൊടുത്തും സഹായിച്ചും തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും പുണ്യം നിറഞ്ഞ ഒരു ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഇസ്ലാം നൽകുന്ന നല്ല വെളിച്ചം ജീവിതത്തിൽ സ്വീകരിച്ച് വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക് നല്ല മുസ്ലിമായി തിരിച്ചു പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കണ്ണിൽ കാണുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വിഷമിക്കുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്കൊക്കെ അള്ളാഹു തആല ആശ്വാസം നൽകുമാറാവട്ടെ. മനസ്സ് വിശാലമായ, എല്ലാം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന നല്ല മനസ്സിന്റെ, വിശാലമായ മനസ്സിന്റെ ഉടമസ്ഥരാവാൻ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.